6th unit of this course. In this unit, we are going to look what is comparative method used by Durkheim and Radcliffe Brown, then Weber's comparative method, and last various debates on comparative method. Comparative sociology may be defined as that field which is concerned with the systematic and explicit comparison of social phenomena in two or more societies. ഇപ്പം കമ്പാരിറ്റീവ് തുലനാത്മകം രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് പഠിക്കുന്നതാണ് കമ്പാരിറ്റീവ്. തുലന ചെയ്തിട്ട് പഠിക്കണം, കമ്പയർ ചെയ്തിട്ട് പഠിക്കുന്ന ആ മെത്തേഡ്. ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് ഉള്ള ചില സോഷ്യൽ ഫിനോമിനേനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന that method is called comparative sociology or comparative method. No social phenomena can be isolated. ഒരു സോഷ്യൽ ഫിനോമിനയും തനിച്ചുള്ളതല്ല. ആൻഡ് സ്റ്റഡീഡ് വിത്തൗട്ട് കമ്പയറിങ് ഇറ്റ് ടു അതർ സോഷ്യൽ ഫിനോമിന. അതുകൊണ്ട് തന്നെ അതിനെ ഒറ്റപ്പെടുത്തി മാത്രം പഠിക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒന്നായിട്ട്, വേറൊരു സോഷ്യൽ ഫിനോമിനയായിട്ട് അതിന് ബന്ധമുള്ള, ഏതാണ്ട് സാമ്യതയുള്ള വേറൊരു സോഷ്യൽ ഫിനോമിനയായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കാനാണ് എളുപ്പം. നോ സോഷ്യൽ ഫിനോമിന ക്യാൻ ബി ഐസൊലേറ്റഡ് ആൻഡ് സ്റ്റഡീഡ് വിത്തൗട്ട് കമ്പയറിങ് ഇറ്റ് ടു other social phenomena. Comparison is a fundamental tool for analysis. അപ്പോൾ അനാലിസിസ് വിശകലനം ചെയ്യുന്നതിന് എപ്പോഴും കമ്പാരിസൺ ഒരു ബേസിക് ടൂളാണ്. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ടൂൾ ഫോർ അനാലിസിസ്. ഇറ്റ് ഷേപ്സ് അവർ പവർ ഓഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ കൺസെപ്റ്റ് ഫോർമേഷൻ ബൈ ബ്രിങ്ങിങ് ഇൻ ടു ഫോക്കസ് സിമിലാരിറ്റീസ് ആൻഡ് കോൺട്രാസ്റ്റ് എമംഗ് കേസസ്. അപ്പോൾ കേസസിലുള്ള സിമിലാരിറ്റീസും അതുപോലെ കോൺട്രാസ്റ്റും ഒരേപോലെ ഉള്ളത് താരതമ്യതയും അതുപോലെ എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് നമുക്ക് സ്റ്റഡി മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ഒരു രീതിയാണ് ഇത്. കമ്പാരിസൺ ഈസ് റൂട്ടൈനിങ് യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ആൻഡ് ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഇൻഡക്റ്റീവ് ഡിസ്കവറി ഓഫ് ന്യൂ ഹൈപ്പോത്തിസിസ് ആൻഡ് ടു തിയറി ബിൽഡിംഗ്. അപ്പോൾ കമ്പാരിസൺ ഈസ് റൂട്ടീൻലി യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ഇനി ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഇൻഡക്റ്റീവ് ഡിസ്കവറി. ഇൻഡക്റ്റീവ് ഡിസ്കവറിയിൽ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് കിട്ടാറുണ്ട് ഓഫ് ന്യൂ ഹൈപ്പോത്തിസിസ്. അതായത് ഇൻഡക്റ്റീവ് ഡിസ്കവറി കൂടി നമുക്ക് ന്യൂ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ടു തിയറി ബിൽഡിംഗ്, അങ്ങനെ തിയറി നിർമ്മാണത്തിൽ ഏർപ്പെടാനും പറ്റും. കമ്പാരിറ്റീവ് മെത്തേഡ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റീസ്. അപ്പോൾ കമ്പാരിറ്റീവ് മെത്തേഡ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റീസ്. അപ്പോൾ പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സൊസൈറ്റീസിനെ താരതമ്യപ്പെടുത്തി പഠിക്കാനായിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യണത്. ടു ഡിറ്റർമിൻ അനാലിറ്റിക്കലി ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അപ്പോൾ ഒത്തിരി സോഷ്യോളജിസ്റ്റ് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ് മെത്തേഡിനെ യൂസ് ചെയ്യുന്ന സോഷ്യോളജിസ്റ്റാണ് എമിൽ ഡർക്കിം. ഫോർ മോസ്റ്റ് സോഷ്യോളജിസ്റ്റ് ദ വെരി നേച്ചർ ഓഫ് സോഷ്യോളജിക്കൽ റിസർച്ച് ഈസ് കൺസിഡേർഡ് കമ്പാരിറ്റീവ് ആൻഡ് തിങ്കിങ് ഇൻ കമ്പാരിറ്റീവ് ടേംസ് ഇൻ ഇൻഹെറിറ്റൻറ്റ് ഇൻ സോഷ്യോളജി. ഓൾ എംപറിക്കൽ ഒബ്സർവേഷൻസ് മസ്റ്റ് ബി റിലേറ്റഡ് ടു സം കൈൻഡ് ഓഫ് തിയറിറ്റിക്കൽ കൺസ്ട്രക്ഷൻ ആൻഡ് നോ തിയറിറ്റിക്കൽ കൺസ്ട്രക്ഷൻ has any value unless it bears some relation to empirical observations. അപ്പോൾ സോഷ്യോളജി ഈസ് ഇംപ്ലിസിറ്റ്ലി കമ്പാരിറ്റീവ്. അപ്പോൾ സോഷ്യോളജി പൂർണ്ണമായിട്ടും നമുക്ക് പറയാം പരോക്ഷമായിട്ട് ഇത് കമ്പാരിറ്റീവ് ആണെന്ന് പറയാം. സോഷ്യോളജി ഈസ് ഇംപ്ലിസിറ്റ്ലി കമ്പാരിറ്റീവ്. ഇറ്റ് ഈസ് നോ വണ്ടർ ദാറ്റ് എമിൽ ഡർക്കിം റോട്ട്. അതുകൊണ്ടാണ് എമിൽ ഡർക്കിം ഇങ്ങനെ എഴുതിയത്. എന്താണ്? കമ്പാരിറ്റീവ് സോഷ്യോളജി ഈസ് നോട്ട് എ പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഒരു പ്രത്യേക ബ്രാഞ്ച് അല്ല കമ്പാരിറ്റീവ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് സോഷ്യോളജി ഇറ്റ് സെൽഫ്. അത് സോഷ്യോളജി തന്നെയാണെന്ന്. സോഷ്യോളജിയുടെ ഒരു ഭാഗം അല്ല, ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റില്ല. അത് തന്നെയാണ് സോഷ്യോളജി എന്നുള്ള അഭിപ്രായമാണ് എമിൽ ഡർക്കിമിനുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയത്. കമ്പാരിറ്റീവ് സോഷ്യോളജി ഈസ് നോട്ട് എ പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. ഇറ്റ് ഈസ് സോഷ്യോളജി ഇറ്റ് സെൽഫ് ഇൻ സോ ഫാർ ആസ് ഇറ്റ് സീസസ് ടു ബി പ്യൂർലി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ആസ്പിയേഴ്സ് ടു അക്കൗണ്ട് ഫോർ ഫാക്ട്സ്. വേറെ സോഷ്യോളജിസ്റ്റാണ് വെബർ. വെബർ ഓൺ ദ അതർ ഹാൻഡ് തോട്ട് ദാറ്റ് കമ്പാരിസൺ ഡിഡ് നോട്ട് കൺസിസ്റ്റ് ഇൻ ഡ്രോയിങ് പാരലൽസ് ആൻഡ് അനാലജീസ് ബട്ട് ഇൻ എക്സ്പ്ലോറിംഗ് ദ trajectories of social institutions in their irreducible differences and singularities.
But comparative analysis is central to sociology because it provides solution to one of the constitutive problems. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രോബ്ലംസിന് നല്ലോണം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ് അനാലിസിസ് ഇസ് സെൻട്രൽ ടു സോഷ്യോളജി. ദ കോമ്പറ്റിംഗ് ക്ലെയിംസ് ഓഫ് കോംപ്ലക്സിറ്റി ആൻഡ് generality in sociological analysis. Weber's epistemological analysis resolves complexity and generality by showing that they are complementary purpose in ideal type. Durkheim, on the other hand, reconciles in an ontological argument about social species that far surpasses simple assertions about the uniformity and diversity of social organization. Durkheim and comparative method വ്യക്തമായിട്ട് നോക്കാം. Durkheim was the first to seriously use the comparative method correctly in scientific sense. സയന്റിഫിക് സെൻസിൽ കറക്റ്റ് ആയിട്ട് കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്ത വ്യക്തിയാണ് Durkheim, and it is central to Durkheim's vision of sociology. According to Durkheim, to demonstrate that a given phenomena is the cause of another, ഒരു പ്രതിഭാസം മറ്റൊരു കാരണം കൊണ്ടുണ്ടാവുന്നതാണ്. ഒരു പ്രതിഭാസത്തിന് ഒരു കാരണം ഉണ്ടാവും. ഒരു പ്രതിഭാസം ഉടലെടുക്കുന്നതിന് അതിന് പ്രത്യേകമായിട്ടൊരു കാരണം ഉണ്ടാവും. To demonstrate that a given phenomena is the cause of another, we have to compare the cases and employ the കമ്പാരിറ്റീവ് മെത്തേഡ്. അപ്പം ഇത് വി ഹാവ് ടു കമ്പയർ ദ കേസസ്. അപ്പം രണ്ട് കേസസ് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് മെത്തേഡ്. സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻസ് റിക്വയർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പം സോഷ്യോളജിക്കൽ വിശദീകരണത്തിന് ആവശ്യമായിട്ടുള്ളത് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അത് വളരെ അത്യാവശ്യമുള്ളതാണ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻസിന്. സോഷ്യൽ ഫിനോമിന can escape the control of the experimenter. അപ്പൊ എക്സ്പെരിമെന്റിന്റെ കൺട്രോളിൽ നിന്ന് സോഷ്യൽ ഫിനോമിന മെത്തേഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് മെത്തേഡാണ്. Durkheim in his endeavor to establish comparative method as method for excellence proposed a basis for comparison. A given effect has always a single corresponding cause. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഗിവൺ എഫക്റ്റ് ഹാസ് ഓൾവേസ് എ സിംഗിൾ കറസ്പോണ്ടിങ് കോസ്. ഒരു പ്രഭാവം, അതിന് ഒരു കോസ്, ഒരു കറസ്പോണ്ടൻ്റ് ആയിട്ടൊരു കാരണം ഉണ്ടാവും. ഇപ്പോൾ കാരണം സ്വാധീനം, ഒരു സ്വാധീനത്തിന് ഒരു കാരണം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, സൂയിസൈഡ് ക്യാൻ ബി കോസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. അപ്പോൾ അദ്ദേഹം സൂയിസൈഡിൽ സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് സൂയിസൈഡ് ക്യാൻ ബി കോസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, പല ഫാക്ടറും അതിന് കാരണമാകാം. ബട്ട് ഈച്ച് ഫാക്ടർ പ്രൊഡ്യൂസസ് ഓൺലി എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സൂയിസൈഡ്. സൂയിസൈഡ് തന്നെ വിഭിന്ന തരത്തിലുണ്ട്. അപ്പൊ അതിൽ ഓരോ തരത്തിനും ഓരോ പ്രത്യേക കോസ് ഉണ്ട്. അപ്പൊ ആ ഓരോ പ്രത്യേക കോസ് കാരണമാണ് ഓരോ ടൈപ്പ് സൂയിസൈഡ് നടക്കുന്നത്. അപ്പോൾ ഓവർ ഇന്റഗ്രേഷൻ വിത്ത് സൊസൈറ്റി കോസ് അൾട്രോയിക് സൂയിസൈഡ്. അൾട്രോയിസ്റ്റിക് സൂയിസൈഡിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഓവർ ഇന്റഗ്രേഷൻ വിത്ത് സൊസൈറ്റി ആണെങ്കിൽ, ഈഗോയിസ്റ്റിക് സൂയിസൈഡിന്റെ കാരണം എന്ന് പറയുന്നത് ലെസ് ഇന്റഗ്രേഷൻ ആണ് വിത്ത് സൊസൈറ്റീസ്. സൊസൈറ്റീസ് ആയിട്ട് ലെസ് ഇന്റഗ്രേഷൻ ഉള്ളത് കൊണ്ടാണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ഉടലെടുക്കാൻ കാരണം. അതുപോലെ അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് സംഭവിക്കുന്നത് ഓവർ ഇന്റഗ്രേഷൻ വിത്ത് സൊസൈറ്റിയാണ്. അതാണ് അതിന്റെ കാരണം. അപ്പോൾ ഓരോ ഓരോ കാര്യം സംഭവിക്കുമ്പോഴും അതിന് പിന്നിൽ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ടാവും. ഒരു കാരണം, അതിന്റെ സ്വാധീനം കൊണ്ടാണ് ഓരോ സംഭവങ്ങളും സംഭവിക്കുന്നത്. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് നോട്ട് ഓൾ ഫോംസ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് വാസ് ആപ്ലിക്കബിൾ ടു ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്സ്. ഇപ്പൊ സോഷ്യൽ ഫാക്ട്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് എപ്പോഴും കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ്ഫുൾ ആണെന്ന് അദ്ദേഹം പറയണം. പറയുന്നില്ല. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് നോട്ട് ഓൾ ഫോംസ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് വാസ്, പലതരം കമ്പാരിറ്റീവ് മെത്തേഡ് ഉണ്ട്, അതെല്ലാം സോഷ്യൽ ഫാക്ട്സിന് ആപ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ദിസ് ലെറ്റ് ഹിം ടു ക്രിട്ടിക്കൽ ഓഫ് മിൽ ആൻഡ് ഹിസ് മെത്തേഡ് ഓഫ് റെസിഡ്യൂസ്. അപ്പോൾ വേറൊരു സോഷ്യോളജിസ്റ്റാണ് മിൽ. അദ്ദേഹത്തിന്റെ മെത്തേഡ്സ് ഓഫ് റെസിഡ്യൂ, അത് ഈ ധാരണയെ, ഡർക്കിമിന്റെ ഈ ധാരണയോട് യോജിക്കുന്നില്ല. ആൻഡ് ദ യൂസ് ഓഫ് മെത്തേഡ് ഓഫ് ബോത്ത് എഗ്രിമെന്റ് ആൻഡ് ഡിഫറൻസസ് എന്നുള്ള അതിനോട് മില്ല്
ഡർക്കിമിൻ്റെ ഈ ധാരണയോട് അത്ര യോജിക്കാത്ത ഒരാളാണ്. ഇനി മില്ലും അതുപോലെ ഡർക്കിമും തമ്മിലുള്ള ആ വ്യത്യാസങ്ങളാണ് ഈ പാരഗ്രാഫിൽ കൊടുത്തത്. അത് സിമ്പിളാണ്. ജസ്റ്റ് സെൽഫ് റീഡിങ് ഈസ് എനഫ്. അപ്പോൾ ഫോർ എക്സാം ഇവിടെ ഹവർ കമ്പാരിസൺ മസ്റ്റ് ബി. അപ്പം ഇനി കമ്പയർ നടക്കുമ്പോൾ ഈ സോഷ്യൽ ഫാക്ട്സ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് മെത്തേഡിൽ കമ്പാരിസൺ നടത്തുമ്പോൾ കുറേ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹവർ കമ്പാരിസൺ മസ്റ്റ് ബി മെയ്ഡ് സിസ്റ്റമാറ്റിക് ആൻഡ് അപ്ലൈഡ് വിത്ത് പ്രിസിഷൻ ടു പ്രൊഡ്യൂസ് ബെസ്റ്റ് റിസൾട്ട്സ്. നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാനായിട്ട് കമ്പാരിസൺ സിസ്റ്റമാറ്റിക്കും ആയിട്ട് ഉള്ളതായിരിക്കണം. അതുപോലെ ഇറ്റ് വുഡ് നോട്ട് ഡു സിംപ്ലി ടു ഇലിസ്ട്രേറ്റ് ദ ഹൈപ്പോത്തിസിസ് വിത്ത് എ ഫ്യൂ സ്കാറ്റേർഡ് കേസസ് ഓഫ് കോവാരിയൻസ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഹൈപ്പോത്തിസിസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം വളരെ പ്രിസിഷനോട് കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. എന്നാലേ ആ റിസൾട്ട്സിലും നല്ല സൂക്ഷ്മത ലഭിക്കുകയുള്ളൂ. ടു ഇലിസ്ട്രേറ്റ് ദ ഐഡിയ ഈസ് നോട്ട് ടു ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് നെസസറി ടു കമ്പയർ നോട്ട് ഐസൊലേറ്റഡ് വേരിയേഷൻസ് ബട്ട് എ series of systematically arranged variations of wide range in which individual items tie up with one another in as continuous a gradation as possible. For the variations of a phenomenon permit inductive generalization only if they reveal clearly the manner in which they develop under given circumstances. The way in which the series was formed depend on whether the comparison were within society, between society of the same social type or between different types of societies. അപ്പോൾ ഈ കാര്യം കമ്പാരിസൺ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിത്തിൻ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ തമ്മിലാണ് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ബിറ്റ്വീൻ സൊസൈറ്റീസ്, രണ്ട് സൊസൈറ്റീസ് തമ്മിലുള്ളതാണ്, ഓഫ് ദ സെയിം സോഷ്യൽ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഓർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസിലാണ് ഇത് കമ്പയർ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മേക്കിംഗ് കമ്പാരിസൺ വിത്തിൻ എ സൊസൈറ്റി മേ സഫീസ് if absolutely necessary when it is malformation that is rather extensive and varied. It is possible to establish concomitant variation with a society. Concomitant variation എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് പിന്നീട് പറയാം. അതായത് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കുമ്പോൾ ആ എഫക്റ്റ് കൂടുന്നത് അനുസരിച്ച് ആ റിസൾട്ടിലും വ്യത്യാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. രണ്ടും ഒരേപോലെ വർധനവ് കാണിക്കുക. അതിനെയാണ് concomitant variation എന്ന് പറയുന്നത്. It is possible to establish concomitant variation within a society with a regard to a particular social current. Example, a pseudogenic current or legal or moral regulation that is in question. Then it would be necessary to compare different societies or the same society at different times. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ പല പ്രാവശ്യം ഡിഫറെൻറ്റ് സൊസൈറ്റീസിൽ പല ടൈമിലുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കമ്പാരിസൺ ഓഫ് സെവറൽ സൊസൈറ്റീസ് ഓഫ് ദ സെയിം സ്പീസീസ് അപ്ലൈഡ് ഓൺലി ടു the phenomena which originates during the same time. Society does not create this organization entirely. It receives some of it from the preceding societies. അപ്പോൾ പെട്ടെന്നല്ല ഒരു കാര്യം ഉണ്ടാക്കുന്നത് സൊസൈറ്റി. ചിലപ്പോൾ ഒന്ന് കഴിഞ്ഞതിൽ നിന്നാണ് ഒരു പുനർ സൃഷ്ടിയായിരിക്കും അടുത്ത ഒരു സംഗതി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദീസ് ഓർഗനൈസേഷൻ അണ്ടർഗോ ചേഞ്ചസ് ഓവർ ടൈം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ഓർഗനൈസേഷൻസിലും പല ചേഞ്ചസ് സമയാസമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. Therefore the changes and innovations which occur cannot be understood if one does not first study these more fundamental phenomena which are their roots. അപ്പോൾ റൂട്ട്സ് പഠിച്ചാലേ പിന്നെ അതിൻ്റെ വികസനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Then they can only be studied by the aid of much extended comparisons. അപ്പോൾ അതും they can only be studied by the aid of much extended comparisons. To be able to explain the present state of family, marriage, property, etc., it would be necessary to know their origin and the elements of which these institutions are composed. അപ്പം ഫാമിലി, മാരേജ്, അതുപോലെ പ്രോപ്പർട്ടി, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നേരത്ത് അതിൻ്റെ ഒറിജിൻ, അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന എലിമെൻറ്റ്സ്, ഏതൊക്കെ എലിമെൻറ്റ്സ് ചേർന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തത്, ഇതെല്ലാം ആദ്യം മനസ്സിലാക്കി ഇരിക്കണം. അപ്പം ദ മോസ്റ്റ് കോംപ്ലക്സ് സോഷ്യൽ ഫിനോമിന ക്യാൻ ഓൺലി ബി എക്സ്പ്ലെയിൻഡ് ആഫ്റ്റർ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ക്രോസ് കൾച്ചറൽ കമ്പാരിസൺസ് ഈസ് ക്യാരിഡ് ഔട്ട്.
അപ്പോൾ ഇതിൽ നിന്ന് കോൺസിക്വൻ്റ്ലി വൺ കനോട്ട് എക്സ്പ്ലെയിൻ എ സോഷ്യൽ ഫാക്ട് ഓഫ് എനി കോംപ്ലക്സിറ്റി എക്സെപ്റ്റ് ബൈ ഫോളോയിങ് ഇറ്റ്സ് കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ത്രൂ ഓൾ സോഷ്യൽ സ്പീസീസ്. അപ്പോൾ വൺ കനോട്ട് എക്സ്പ്ലെയിൻ, ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് ഈ സോഷ്യൽ ഫാക്ട് ഓഫ് എനി കോംപ്ലക്സിറ്റി, ഒരു സോഷ്യൽ ഫാക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോംപ്ലക്സിറ്റിയോ വെറുതെ അങ്ങ് വിശകലനം ചെയ്യാനായിട്ടോ കമ്പയർ ചെയ്യാനോ പറ്റില്ല, എക്സെപ്റ്റ് ബൈ ഫോളോയിങ് ഇറ്റ്സ് കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ത്രൂ ഓൾ സോഷ്യൽ സ്പെസീസസ്. ഇനിയും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ്, ഇറ്റ് വിൽ സഫീസ് ടു കൺസിഡർ ദ സൊസൈറ്റീസ് കമ്പയർഡ് അറ്റ് ദ സെയിം പീരീഡ് ഓഫ് ദർ ഡെവലപ്മെൻറ്റ്. കമ്പയർ ചെയ്യുമ്പോൾ സൊസൈറ്റി ആ സെയിം പീരീഡിൽ ഉള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ആ കമ്പാരിസണിൽ ഏറ്റവും പ്രത്യേകം രണ്ട് സൊസൈറ്റീസ് തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരേ കാലഘട്ടത്തിൽ രണ്ട് സ്ഥലത്തുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രയർ ടു റൈറ്റിംഗ് ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, ഡർക്കിം ഹാഡ് സോഡ് ദ സീഡ്സ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് ഇൻ ഹിസ് വർക്ക് ദ ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡിലെ ഈ കമ്പാരിറ്റീവ് മെത്തേഡ് വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ കമ്പാരിറ്റീവ് മെത്തേഡ് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി യൂസ് ദ കമ്പാരിറ്റീവ് മെത്തേഡ് ടു സ്റ്റഡി ദ ചേഞ്ച് ഫ്രം ദ മെക്കാനിക്കൽ ടു ഓർഗാനിക് സോളിഡാരിറ്റി ഇൻ സൊസൈറ്റീസ്. അപ്പൊ സൊസൈറ്റീസിൽ മെക്കാനിക്കൽ നിന്ന് ഓർഗാനിക് സോളിഡാരിറ്റിയിലേക്കുള്ള ആ വളർച്ച അതിനെ കാണിക്കാനും അദ്ദേഹം കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹി കമ്പയർഡ് ദ ലീഗൽ സിസ്റ്റം ഓഫ് വേരിയസ് സൊസൈറ്റീസ്. പല സൊസൈറ്റിയിലുള്ള ലീഗൽ സിസ്റ്റംസ് പഠിച്ചിട്ടുണ്ട്. ഷോഡ് ദാറ്റ് ദേ ഡിഫേർഡ് അക്കോർഡിംഗ് ടു ഹൗ മെനി ലോസ് വെർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റെപ്രഷൻ ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ രണ്ട് തരം നിയമങ്ങളാണ്, റെപ്രഷൻ ആർ റെസ്റ്റിറ്റ്യൂഷൻ. റെപ്രഷൻ ഓർഗാനിക് സൊസൈറ്റിയിലുള്ളത് റെസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ആദ്യത്തെ സിമ്പിൾ സൊസൈറ്റിയിലുള്ള ലോസ് ആണ് റെപ്രഷൻ എന്നുള്ളത്. അപ്പൊ ഈ രണ്ടിലേക്കുള്ള ആ പരിണാമ പ്രക്രിയയെ കൂടി അദ്ദേഹം ശരിക്കും പഠിച്ചിട്ടുണ്ടായി. ഹി ടുക്ക് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ലോസസ് ആൻഡ് ഇൻഡെക്സ് ഓഫ് ദ ടൈപ്പ് ഓഫ് സോളിഡാരിറ്റി ഓഫ് എ സൊസൈറ്റി. അപ്പൊ ഇത് അദ്ദേഹം യൂസ് ചെയ്തത് ഈ മെക്കാനിക്കൽ സൊസൈറ്റിയിലെയും അതുപോലെ ഓർഗാനിക് സൊസൈറ്റിയിലെയും ഐക്യത, സോളിഡാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, സോളിഡാരിറ്റിയെ കുറിച്ച് പഠിക്കാൻ നേരത്ത് അദ്ദേഹം ഇതുപോലെയുള്ള ഈ കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ ഹിസ് വർക്ക് സൂയിസൈഡ് വിച്ച് വാസ് റിട്ടൺ ആഫ്റ്റർ ദ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്. സോഷ്യോളജിക്കൽ മെത്തേഡ് എഴുതി കഴിഞ്ഞിട്ട് പിന്നീടുള്ള വർക്കാണ് സൂയിസൈഡ് എന്നുള്ളത്. അപ്പൊ ഇതിലും ഹി ട്രൈ ടു ഡെമോൺസ്ട്രേറ്റ് ദ പ്രൊസീജിയർ ഓഫ് ഡൂയിങ് റിസർച്ച്. അപ്പൊ ഇവിടെയും റിസർച്ച് അദ്ദേഹം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, അവിടെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കൺട്രീസ് ആൻഡ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ വിത്തിൻ ഈച്ച് കൺട്രി ഷോഡ് ദാറ്റ് സൂയിസൈഡ് റേറ്റ്സ് വെർ റിലേറ്റീവ്ലി കോൺസ്റ്റന്റ്. അപ്പോൾ പല രാജ്യങ്ങളിലെ കണക്കുകൾ എടുത്തിട്ട് അദ്ദേഹം പഠിക്കുകയുണ്ടായിരുന്നു, കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സൂയിസൈഡ് നടക്കുന്ന ആ റേറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി. Therefore it must be social fact that collective tendency towards suicide existed. These collective tendencies could be related to set of causes to produce a classification of types of suicide. The sets of causes was theoretically postulated on the basis of integration. അപ്പോൾ ഇൻ്റഗ്രേഷൻ കൂടുമ്പോൾ ഒരു ടൈപ്പ്, സോഷ്യൽ ഇൻ്റഗ്രേഷൻ കൂടുമ്പോൾ ഒരു ടൈപ്പ് സൂയിസൈഡ്, അതുപോലെ സോഷ്യൽ ഇൻ്റഗ്രേഷൻ വിത്ത് സൊസൈറ്റി കുറയുമ്പോൾ വേറൊരു ടൈപ്പ് സൂയിസൈഡൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നും അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പാരിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യേണ്ടായിരുന്നു. വൺ ഓഫ് ദ type of suicide was egoistic suicide. Here the level of integration was low. As a result, the individual lost the advantage of group membership such as support and revitalization and consequently found little meaning in group life. അപ്പോൾ ഗ്രൂപ്പ് ലൈഫിനോട് വിശ്വാസം ഇല്ലാതെ വന്ന് അവിടെ ആ ഐക്യത കുറവായിരുന്നു, അതുകൊണ്ടാണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് സൊസൈറ്റി കുറവായതുകൊണ്ടാണ് ഈഗോയിറ്റിക് സൂയിസൈഡ് ഫോം ചെയ്തത്. ദ സൂയിസൈഡ് റേറ്റ് വെർ ഹയർ ഫോർ പ്രൊട്ടസ്റ്റന്റ് ദാൻ Catholics, both in comparison between predominantly Protestant countries and Catholic countries. അപ്പോൾ അദ്ദേഹം ആദ്യം പ്രൊട്ടസ്റ്റന്റ് കൺട്രീസിലെയും കാത്തലിക് കൺട്രീസിലെയും സൂയിസൈഡ് റേറ്റ് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പ്രൊട്ടസ്റ്റന്റ് കൺട്രീസിലാണ്
കൺട്രീസിനേക്കാളും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നതെന്ന്. ഇറ്റ് വാസ് നോട്ട് എ കേസ് ദാറ്റ് വൺ റിലീജിയൻ ബിലീവ് കണ്ടമെൻഡ് സൂയിസൈഡ് ആൻഡ് അതർ ഡിഡ് നോട്ട്. അപ്പോൾ ഒരു കൂട്ടർ സൂയിസൈഡിനെ വിശ്വസിക്കണം, മറ്റുള്ളവർ അതിനെ വെറുക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ റീസൺ. ആ സൂയിസൈഡ് വാസ് സിവിയർലി കണ്ടമെൻഡ് ബൈ ബോത്ത് പ്രൊട്ടസ്റ്റ് ആൻഡ് കാത്തലിക്സ്. രണ്ടുപേർക്കും വെറുപ്പുണ്ടാക്കുന്ന, പ്രൊട്ടസ്റ്റാൻറ്റുകാരും ഇഷ്ടപ്പെടുന്നില്ല, കാത്തലിക്സുകാരും ഈ സൂയിസൈഡിനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്, അത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് പ്രൊട്ടസ്റ്റാൻറ്റിൻ്റെ ഇടക്കാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. ദ ഡിഫറൻറ്റ് വാസ് ദാറ്റ് പ്രൊട്ടസ്റ്റാൻറ്റിസം എൻകറേജ്ഡ് ഇൻഡിവിജ്വൽ ഫ്രീ എൻക്വയറി അൺലൈക്ക് കാത്തലിക്സം. അപ്പം കാത്തലിക്സിൻ്റെ ലൈഫ് കുറേം കൂടി റിജിഡാണ്, മറ്റോടത്ത് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് പ്രൊട്ടസ്റ്റാൻറ്റിൽ. അവരുടെ നിയമങ്ങളൊക്കെ കുറേ അയഞ്ഞതാണ്, അതുകൊണ്ട് അവിടെ ഒരു സോഷ്യൽ ഗ്രൂപ്പിംഗ് കുറവാണ്, ഐക്യത കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റാൻറ്റുകാരുടെ ഇടയ്ക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ കാത്തലിക്സിൻ്റെ വിശ്വാസം കുറേം കൂടി ദൃഢതയുള്ളതാണ്. അവരുടെ ഇടയിലുള്ള ആ സാമുദായിക ഐക്യം കുറെ ബലപ്പെട്ടതാണ്. ആ ചട്ടക്കൂടിൽ നിന്ന് ആരും പുറത്തു പോകാനായിട്ടും അധികം താല്പര്യപ്പെടുന്നില്ല. പുറത്തു പോയാൽ വിമർശിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അതൊക്കെ കൊണ്ട് അവിടെ കുറേയും കൂടി അച്ചടക്കം കൂടുതലായതുകൊണ്ടാണ് കാത്തലിക്സിന്റെ ഇടയ്ക്ക് ഇതുപോലെ സൂയിസൈഡ് റേറ്റ് കുറവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അവിടെയൊക്കെ ഈ കമ്പാരിറ്റീവ് മെത്തേഡാണ് ഉപയോഗിച്ചത്. ഈ ജോൺ സ്റ്റുവാർട്ട് മിൽസിന്റെ പല മെത്തേഡുകൾ ഇവിടെ ചെറുതായിട്ട്, അത് വളരെ സിമ്പിൾ ആണ്, വെറുതെ വായിച്ചു നോക്കിയാൽ മതി. നല്ല എളുപ്പമുള്ള എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ദ മെത്തേഡ് ഓഫ് എഗ്രിമെന്റ്, മെത്തേഡ് ഓഫ് ഡിഫറൻസ്, ജോയിൻ മെത്തേഡൊക്കെ. ഈ മെത്തേഡ് ഓഫ് കൺകോമിറ്റന്റ് വേരിയേഷൻ, അതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഡർക്കിമിന്റെ കാര്യം പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കിക്കുക. ദ മെത്തേഡ് ഓഫ് കൺകോമിറ്റന്റ് വേരിയേഷൻ സേസ് ദാറ്റ് ഇഫ് across a range of situations that lead to a certain effect, we find a certain property of the effect varying within variation in factor common to those situations, then we can infer that factor as the cause. അപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ വേറെ അതിന് കാരണമായിട്ട് ഒന്നുണ്ട്. ആ കാരണം നിങ്ങൾ കൂടുതൽ അതിൻ്റെ വേരിയേഷൻസ് കൂടി വരികയാണെങ്കിൽ, ആ കാരണങ്ങൾ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്, യൂസിങ് ദ സെയിം വി മൈറ്റ് ഫൈൻഡ് ദാറ്റ് യു ഫെൽറ്റ് സംവാട്ട് സിക്ക് ഹാവിങ് ഈറ്റൺ വൺ സമോസ. അപ്പോൾ 3 കൂട്ടര് സമോസ തിന്നിട്ട് അസുഖമുള്ളതായിട്ട് കണ്ടുപിടിച്ചു. അതിൽ ഒരാൾ ഒരെണ്ണം തിന്നു, ഒരാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കഴിച്ച്, അടുത്തയാൾ വളരെ കൂടുതൽ കഴിച്ചു. അപ്പം വളരെ കൂടുതൽ കഴിച്ച ആൾ 3 പേരും അസ്വസ്ഥരായി. അപ്പം ഏറ്റവും കൂടുതൽ കഴിച്ച ആൾക്കാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത, ഏറ്റവും കുറവ് കഴിച്ച ആൾക്ക് ഏറ്റവും കുറവ് അസ്വസ്ഥത, ഇൻ ബിറ്റ്വീൻ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചവൾക്ക്. അപ്പം ഇങ്ങനെയുള്ള ആ ഇൻക്രീസിനെയാണ് കൺകോമിറ്റന്റ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ മെത്തേഡ് ഓഫ് റെസിഡിയും കൂടി ഒന്ന് നോക്കിയേക്കുക. അടുത്തത് റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡ് കമ്പാരിറ്റീവ് മെത്തേഡാണ്. എയിം ഓഫ് കമ്പാരിറ്റീവ് ആന്ത്രോപോളജി ഓർ സോഷ്യോളജി അക്കോർഡിംഗ് ടു റാഡ്ക്ലിഫ് ബ്രൗൺ ഈസ് ടു explore the varieties of social life as basis for the theoretical study of human social phenomena. അപ്പോൾ അക്കോർഡിംഗ് ടു റാഡ്ക്ലിഫ് ബ്രൗൺ, ദ ഓസ്ട്രേലിയൻ ട്രൈബൽ സൊസൈറ്റീസ്, അല്ല അതിനു മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചേക്കുക. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് ഇസ് ടു ലുക്ക് ഫോർ പാരലൽ സിമിലർ സോഷ്യൽ ഫീച്ചേഴ്സ് അപ്പിയറിംഗ് ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ് ഇൻ ദ പ്രസൻറ്റ് ഓർ ഇൻ ദ പാസ്റ്റ്. പ്രസൻറ്റിലായാലും പാസ്റ്റിലായാലും പാരലൽ സിമിലർ സോഷ്യൽ ഫീച്ചേഴ്സ് അപ്പിയറിംഗ് ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റീസ്. അങ്ങനെ പാരലായിട്ട് സിമിലർ സോഷ്യൽ പ്രോസസ്സ് പല കമ്മ്യൂണിറ്റീസിലും അല്ലെങ്കിൽ പല സൊസൈറ്റിയിലും നടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ട്. അതാണ് റാഡ്ക്ലിഫ് ബ്രൗണിൻ്റെ കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ കൂടുതൽ വ്യക്തമാണ്. അത് പ്രസന്റിലും ഉണ്ട്, അതുപോലെ പാസ്റ്റിലും കാണാൻ പറ്റി. അക്കോർഡിംഗ് ടു റാഡ്ക്ലിഫ് ബ്രൗൺ, ദ ഓസ്ട്രേലിയൻ ട്രൈബൽ സൊസൈറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു ഓപ്പോസിഷൻ ബേസ്ഡ് ഓൺ ടോട്ടംസ്. അപ്പൊ ടോട്ടംസ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ടോട്ടംസിന്റെ ആ ബേസിൽ ഓസ്ട്രേലിയൻ ട്രൈബൽ സൊസൈറ്റി പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആർ യൂസ് ടു കാറ്റഗറൈസ് ദ മൊയിറ്റേഴ്സ്. അപ്പോൾ ഈ ടോട്ടംസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അവർ ബേർഡ്സ് അതുപോലെ ആനിമൽസിനെയൊക്കെയാണ്. ഓരോ വിഭാഗക്കാരും ഓരോ ഗോത്രവർഗ്ഗക്കാരും, ലൈക്ക് ദ ഈഗിൾ, ഹോക്ക് ആൻഡ് ക്രോ. അതുപോലെ അങ്ങനെ ടോട്ടംസ് ആണ് ഈഗിൾ, ഹോക്ക് ആൻഡ് ഹോ. ആൻഡ് ദിസ് ഈസ് ഫൗണ്ട് ഇൻ മെനി അതർ സൊസൈറ്റീസ് ആസ് വെൽ. അത് ഈ ഒരു സൊസൈറ്റിയിൽ മാത്രമല്ല പല സ്ഥലത്തും ഓസ്ട്രേലിയയിൽ ട്രൈബൽ ഏരിയസിൽ ഇതുപോലെയുള്ള കഥകൾ നിലനിൽക്കുന്നുണ്ട്. വി മേ ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ ദീസ് സോഷ്യൽ ഡിവിഷൻസ് ആർ ഐഡന്റിഫൈഡ് വിത്ത് റെഫറൻസ് ടു 2 സ്പെസീസ് ഓഫ് ബേർഡ്സ്. 2 തരം ബേർഡ്സിനെ വെച്ചിട്ട് എന്തുകൊണ്ടാണ്
ഇങ്ങനെ ഈ സോഷ്യൽ ഡിവിഷൻസ് കാണിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, അത് പിന്നീട് വ്യക്തമാകും. റാഡ്ക്ലിഫ് ബ്രൗൺ ഹാഡ് കളക്റ്റഡ് മെനി സ്റ്റോറീസ് അബൌട്ട് ഈഗിൾ ഹോക്ക് ആൻഡ് ക്രോ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആസ്ട്രേലിയ. അപ്പോൾ ആസ്ട്രേലിയയിലെ വിവിധ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ഈഗിൾ ഹോക്ക്, പരുന്ത്, കഴുകനും അതുപോലെ കാക്കയും തമ്മിലുള്ള ആ കഥകൾ ഒത്തിരി അദ്ദേഹം പല സ്ഥലത്തും കേൾക്കാനിടയായി, പല ഭാഗത്തു നിന്നും. ഒപ്പോണൻസ് ഇൻ സം സോർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്. അപ്പൊ അതെല്ലാം ആൻഡ് ഇൻ ഓൾ ഓഫ് ദം, എല്ലാത്തിലും ടു ആർ റെപ്രസെന്റഡ് ആസ് ഒപ്പോണൻസ്. ഈ ഈഗിൾ ഹോക്ക് ആണെങ്കിലും ക്രോയ ആണെങ്കിലും രണ്ടും വിപരീത സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. രണ്ടുപേരും എതിർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇൻ സം സോർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്, ഏതോ തരത്തിലൊക്കെ രണ്ടു കൂട്ടരും വഴക്കടിക്കുന്നതായിട്ടാണ് അറിയുന്നത്. ഹി ഗീവ്സ് എൻ എക്സാമ്പിൾ ഫ്രം വെസ്റ്റേൺ ഓസ്ട്രേലിയ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ ഒരു കഥ അദ്ദേഹം തന്നു. അതിൽ ഈഗിൾ ഹോക്ക് ഈ ക്രോയും തമ്മിൽ, അതിൽ ഈഗിൾ ഹോക്ക് വാസ് ദ മദേഴ്സ് ബ്രദർ ഓഫ് ക്രോ. അവർ ആദ്യമൊക്കെ വലിയ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. എന്നാൽ ഭക്ഷണ കാര്യത്തിൽ അവർ തമ്മിൽ, ഈ കഥ തന്നെ വായിച്ചു നോക്കിയാൽ മതി, അത് സിമ്പിളാണ്. ഭക്ഷണ കാര്യത്തിൽ രണ്ടും കൂടി അവസാനം വഴക്കിടാൻ കാരണമായി. അപ്പൊ അങ്ങനെയായി പിന്നെ അവർ ബദ്ധ ശത്രുക്കളായിട്ട് തീർന്നു. ഈഗിൾ ഹോക്ക് പ്രൊനൗൺസ്ഡ് വാട്ട് വാസ് ടു ബി ദ ലോ, യു വിൽ നെവർ ബി എ ഹണ്ട്. അപ്പൊ അവസാനം ദിസ് ഈസ്, അപ്പൊ അങ്ങനെ ആദ്യം മിത്രങ്ങളായിരുന്നവർ പിന്നീട് ശത്രുക്കളായിട്ട് മാറി. അപ്പൊ റാഡ്ക്ലിഫ് ബ്രൗൺ ഒബ്സർവ് ദാറ്റ് ഇൻ ദ സ്റ്റോറീസ് നറേറ്റഡ് ബൈ ദ ഓസ്ട്രേലിയൻ, സോ ദർ ആർ നമ്പർ ഓഫ് പാരലൽസ് ടു ദ ടെയിൽ ഓഫ് ഈഗിൾ ഹോക്ക് ആൻഡ് ക്രോ. ഈഗിൾ ഹോക്കും ക്രോയ്ക്കും പാരലായിട്ട് ഒത്തിരി സ്റ്റോറീസ് ഇങ്ങനെ ഓസ്ട്രേലിയയിൽ പല സ്ഥലത്തും ട്രൈബൽസിന്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ദ ടെയിൽ ഓഫ് വുംബാറ്റ് ആൻഡ് കങ്കോരോ, വേറൊരു സ്റ്റോറിയാണ് ടെയിൽ ഓഫ് വുംബാറ്റ്. വുംബാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മാളം ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതുപോലെ കങ്കാരോ ഫ്രം ദ റീജിയൻ വേർ സൗത്ത് ഓസ്ട്രേലിയൻ അഡ്ജോയിൻസ് വിക്ടോറിയ ടെൽസ് us that in the beginning വുംബാറ്റ് ആൻഡ് കങ്കോരോ lived together as friends. ഇവിടെ ഈ രണ്ടു കൂട്ടരും ആദ്യം വളരെ ഫ്രണ്ട്ഷിപ്പിലാണ് ജീവിച്ചിരുന്നത്. പിന്നീട് കങ്കാരുവിന് ഒരാവശ്യം വന്നപ്പോൾ, താമസിക്കാൻ സ്ഥലമില്ല വന്നപ്പോൾ ഇയാളുടെ മറ്റേ ആനിമലിന്റെ വുംബാറ്റിന്റെ ഗുഹയിൽ താമസിക്കാൻ ഇടം ചോദിച്ചു. അപ്പൊ അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് രണ്ടുപേരും കൂടി വഴക്കിലും ബഹളത്തിലും ഒക്കെ അടിയിലും ഒക്കെ ആയി അവസാനം അവരുടെ ദോസ്തൊക്കെ പിരിഞ്ഞു. പിന്നീട് എന്നും അവര് വഴക്കാളികളായിട്ടും രണ്ടുപേരും പരസ്പരം ബദ്ധ ശത്രുക്കളായിട്ട് മാറി. പിന്നീട് അവരുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ ദ റിസംബിൾനെസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് ആനിമൽ സ്പെസീസ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ടേംസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പും കോൺഫ്ലിക്റ്റും ഒക്കെ കാണിക്കാനാണ് ഇത് തമ്മിലുള്ള താരതമ്യ പഠനങ്ങൾ നടത്തുന്നത്. ഇതുപോലെ ആനിമൽസിന്റെ അടക്കമുള്ളത് സോളിഡാരിറ്റി ആൻഡ് ഓപ്പോസിഷൻ, ഐക്യതയും അതുപോലെ ഓപ്പോസിഷനും അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇൻ അതർ വേർഡ്സ്, ദ വേൾഡ് ഓഫ് ആനിമൽ ലൈഫ് ഈസ് റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ റിലേഷൻ സിമിലർ ടു ദോസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പൊ ഹ്യൂമൻ സൊസൈറ്റിയിലും ഇതുപോലെയുള്ള വഴക്കും അതുപോലെ അടുപ്പവും എല്ലാം നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ് ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ഇവിടെ യൂസ് ചെയ്തത്. എ കമ്പാരിറ്റീവ് സ്റ്റഡി therefore revealed to us the fact that the Australian idea about the eagle hawk and crow are only a particular instance of widespread phenomena. First, these tales interpret the resemblance and differences of animal species in terms of social relationship of friendship and antagonism. അപ്പൊ ഫ്രണ്ട്ഷിപ്പും അത് അന്റഗോണിസവും അത് തമ്മിലുള്ള ആ വ്യത്യാസങ്ങളും സിമിലാരിറ്റിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സ്റ്റോറീസ് കാണിച്ചത്. ആസ് ദേ ആർ നോൺ ഇൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇനി ഇതുപോലെയുള്ള ബന്ധങ്ങൾ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സിന്റെ അടക്കം ഉള്ളത്. സെക്കൻഡ്ലി, നാച്ചുറൽ സ്പെസീസ് ആർ പ്ലേസ്ഡ് ഇൻ പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് പെയേഴ്സിനെയാണ് ഇവിടെ സ്പെസീസസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ദേ ക്യാൻ ഓൺലി ബി സോ റിഗാർഡഡ് ഇഫ് ദർ ഈസ് സം റെസ്പെക്ട് ഇൻ വിച്ച് ദേ റിസംബിൾ ഈച്ച് അതർ. അവർ ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരേപോലെ ഇരിക്കണം എന്ന് ഉള്ള ധാരണയിലാണ് ഇങ്ങനെ പെയറായിട്ട് കാണിച്ചത്. ദസ് ദ ഈഗിൾ ഹോക്ക് ആൻഡ് ക്രോ റിസംബിൾ ഈച്ച് അതർ ഈസ് ബീയിങ് ദ ടു പ്രൊമിനന്റ് മീറ്റ് ഈറ്റിംഗ് ബേർഡ്സ്. അപ്പൊ അവരിലുള്ള ആ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഈഗിൾ ഹോക്കും ക്രോയും അത് രണ്ടും മീറ്റ് ഈറ്റിംഗ് ബേർഡ്സ് ആണ്. ഇനി അടുത്തത്
Appa, this is a much more general problem that of totemism, for it is the comparative method is therefore one which was passed from the particular to general. Appa, the comparative method എന്ന് പറഞ്ഞാൽ it is the therefore one which passed from the particular to general. അപ്പൊ പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. അതുപോലെ ഫ്രം ജനറൽ ടു മോർ ജനറൽ, ജനറലിൽ നിന്ന് അതിലും കൂടുതൽ ജനറലായിട്ടുള്ള ഒരു ഊഹത്തിലേക്ക് എത്തിച്ചേരാം. അതുപോലെ വിത്ത് ദ എൻഡ് ഇൻ വിച്ച് ദാറ്റ് വി മേ ഇൻ ദിസ് വേ അറൈവ് അറ്റ് ദ യൂണിവേഴ്സൽ, അറ്റ് ലാസ്റ്റ് യൂണിവേഴ്സലായിട്ട് ഒരു ധാരണയിൽ എത്തിച്ചേരാൻ സഹായിക്കും. അപ്പൊ ഇതാണ് കമ്പാരിറ്റീവ് മെത്തേഡിന്റെ ഒരു പ്രത്യേകത. ജനറൽ ടു മോർ, ജനറൽ ടു മോർ ജനറൽ, ദെൻ മോർ ജനറൽ ടു യൂണിവേഴ്സൽ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. ഇനി അടുത്തത് വെബേഴ്സ് കമ്പാരിറ്റീവ് മെത്തേഡ്, വെബേഴ്സ് അനാലിസിസ്. അപ്പൊ യൂസ് ഓഫ് ഐഡിയൽ ടൈപ്പ്, വെബർ ഐഡിയൽ ടൈപ്പ് യൂസ് ചെയ്തിരുന്നത് നമ്മൾ നേരത്തെ വെബർ പഠിച്ചപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടി ശ്രദ്ധിക്കുക. ഐഡിയൽ ടൈപ്പ് എന്താണെന്നും കൂടുതൽ പഠിക്കുക. ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ചെറുതായിട്ട് പറഞ്ഞാൽ അതൊരു റിസർച്ച് ടൂളായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരുന്നതാണ് ഐഡിയൽ ടൈപ്പ്. ഐഡിയൽ ടൈപ്പ് ആർ മോഡൽസ് ദാറ്റ് ആർ സെലക്റ്റീവ്ലി ഡെവലപ്ഡ് ആസ് എയ്ഡ് ഓഫ് ജനറ്റിക് എക്സ്പ്ലനേഷൻസ്. ജനറ്റിക് എക്സ്പ്ലനേഷൻസിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ടൈപ്സ് ഓഫ് മോഡൽസ് ആണ് ഐഡിയൽ ടൈപ്പ്. ഏത് കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഐഡിയൽ ടൈപ്പ് ആദ്യം ഫോം ചെയ്യുക. അപ്പം മിക്കവാറും ആ സംഗതിയുടെ ഓൾമോസ്റ്റ് ഓൾ ദ ഫുള്ളായിട്ട് ഉണ്ടാകില്ല, എന്നാലും ഒരു ഭൂരിപക്ഷം ട്രേറ്റ്സും ഈ ഐഡിയൽ ടൈപ്പിൽ അടങ്ങിയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ എന്നിട്ട് ഐഡിയൽ ടൈപ്പ് മറ്റേ കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈപ്പോത്തിസിസും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു കോമൺ കൺക്ലൂഷനിൽ എത്താൻ പറ്റും. But structural properties of ideal type are often closely related to specific genetic issues. Capitalism as a model is inseparable from rationalization. Because of this Weber calls ideal type genetic concepts. The ideal type is an attempt to analyze historically unique configuration or their individual compound by means of genetic concepts. For example, the concept of church and the sect can be formulated genetically or statistically, says Weber. However, in formulating the concept of sect genetically, example with reference to certain important cultural significances which the sectarian spirit has had for modern culture, certain characteristics of both become essential because they stand in an adequate causal relationship to those influences. For Weber, the transhistorical generalization is a means to another goal, genetic explanation of historical diversity. The correlation would only be one among many possible techniques for forming concrete concepts, that is, for forming ideal types as a tool of comparative historical analysis. അപ്പോൾ comparative historical അനാലിസിസിലെ ഐഡിയൽ ടൈപ്പ് ഒരു ടിപ്പിക്കൽ ടൂൾ പോലെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിത്ത് ദ യൂസ് ഓഫ് ഐഡിയൽ ടൈപ്പ് വൺ ക്യാൻ ഫോർമുലേറ്റ് ആൻഡ് എവാലുവേറ്റ് ജനറ്റിക് എക്സ്പ്ലനേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡൈവേഴ്സിറ്റി വിത്ത് ദ ഫോക്കസ് ഓൺ കോൺക്രീറ്റ് കേസസ്. ഇനി വെബേഴ്സ് വർക്ക്, Weber's work on religion illustrates the nature of his comparative method. അദ്ദേഹത്തിന്റെ കമ്പാരിറ്റീവ് മെത്തേഡിന്റെ നേച്ചർ വ്യക്തമാക്കുന്നതാണ് വെബേഴ്സ് വർക്ക് ഓൺ റിലീജിയൻ. അദ്ദേഹം മതത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഈ കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. ഹി വാസ് ഇൻട്രസ്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം ഇൻ യൂറോപ്പ്. അദ്ദേഹം യൂറോപ്പിൽ ക്യാപിറ്റലിസത്തിന്റെ വളർച്ച, ഉദയത്തിന്റെ കാരണം, അതിന്റെ വളർച്ചയുടെ കാരണം പഠിക്കുന്നതിൽ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് മെനി സൊസൈറ്റീസ് were similar to that of Europe but capitalism developed only in Europe. He was of the opinion, അദ്ദേഹത്തിന് അറിയായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതായിരുന്നു, ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് മെനി സൊസൈറ്റീസ്, പല സൊസൈറ്റിയുടെയും സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് യൂറോപ്പിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ ക്യാപിറ്റലിസം ഉദയം കൊണ്ടതും വളർന്നതും എവിടെയാണ്? യൂറോപ്പിലാണ്. അതുപോലെ മറ്റൊരു രാജ്യത്തും അത് വളർച്ച പ്രാപിച്ചില്ല. അപ്പൊ അവിടെ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദിസ് ഹി സ്റ്റഡീഡ് സം സൊസൈറ്റീസ് ബട്ട് മെയിൻലി ഇന്ത്യ ആൻഡ് ചൈന. അപ്പൊ അദ്ദേഹം ഇതിന്റെ കാരണം
പഠിക്കാൻ വേണ്ടി കൂടുതൽ മെയിനായിട്ട് കുറേ സൊസൈറ്റീസിനെ പഠിച്ച് അതിൽ മെയിനായിട്ട് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ വന്ന് പഠിത്തം നടത്തി. അപ്പോൾ വെബർ വാസ് ലുക്കിംഗ് ഫോർ ദ യുണീക് ഫാക്ടർ ദാറ്റ് വാസ് ആപ്ലിക്കബിൾ ടു യൂറോപ്പ് ആൻഡ് നോട്ട് അതർ സൊസൈറ്റീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം ദെയർ. അപ്പോൾ ക്യാപിറ്റലിസം വളരാനായിട്ടൊരു ഉള്ള ഒരു സാധ്യത അത് യൂറോപ്പിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്തത്. അവിടുത്തെ ആ മതവിശ്വാസം, പ്രോട്ടസ്റ്റന്റ് എത്തിക്സ്, അതുപോലെ ഗാൽവനിസം, അതൊക്കെയാണ് അവരുടെ ആ തത്വചിന്ത, ആ വിശ്വാസം, അതാണ് അവിടെ ഈ ക്യാപിറ്റലിസത്തിന് വളർച്ചയിലേക്ക് എത്തിച്ചത്. പക്ഷെ ഇന്ത്യയിലും ചൈനയിലും അതുപോലെയുള്ള ഒരു വിശ്വാസം നിലനിൽക്കാത്തത് കൊണ്ട് ഇവിടെ അതുപോലെ ക്യാപിറ്റലിസം വളർച്ച പ്രാപിച്ചില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഒരു കമ്പാരിറ്റീവ് മെത്തേഡാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഇനി ഡിബേറ്റ്സ് ഓൺ ദ കമ്പാരിറ്റീവ് മെത്തേഡ്. അപ്പൊ കമ്പാരിറ്റീവ് മെത്തേഡിനെ കുറിച്ച് കുറെ ഡിബേറ്റ്സ് നടന്ന്, അപ്പൊ അതിലെപ്പോഴും ഡർക്കിം ആണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കമ്പാരിറ്റീവ് മെത്തേഡിൽ നൽകിയിട്ടുള്ളത്. അദ്ദേഹം കമ്പാരിറ്റീവ് മെത്തേഡിനെ എപ്പോഴും കൂടുതൽ നന്നായിട്ട് തന്നെ പറയുന്നത്, അതിൽ ബലം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓൾദോ ഡർക്കിം ആട്രിബ്യൂട്ടഡ് ഇമ്മൻസ് സർട്ടനാലിറ്റി ടു കമ്പാരിറ്റീവ് മെത്തേഡ്, ഇറ്റ് വാസ് കൺസിഡേർഡ് ടു ബി ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് ദ 19th century. There was a division among its advocates. Some were enthusiastic while few were skeptical about comparative method. അപ്പൊ കുറെ പേര് ഇതിനെക്കുറിച്ച് വളരെ ഇഷ്ടത്തോടു കൂടി നോക്കി ഈ ഡർക്കിമിന്റെ കമ്പാരിറ്റീവ് മെത്തേഡ്. എന്നാൽ ചില ആളുകൾ സംശയദൃഷ്ടിയോടുകൂടിയും ചില സോഷ്യലിസ്റ്റ് ഈ കമ്പാരിറ്റീവ് മെത്തേഡിനെ വീക്ഷിക്കേണ്ടായി. ദ ബിലീഫ് ദാറ്റ് കമ്പാരിറ്റീവ് മെത്തേഡ് കുഡ് ബി ഹെൽപ്ഫുൾ ഇൻ ഡിസ്കവറിംഗ് സയന്റിഫിക് ലോസ് about societies and culture attached many to use this method, and those who favored the method believed that it was possible to have a natural science of society. അപ്പോൾ ഈ കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചാൽ നാച്ചുറൽ സയൻസ് ഓഫ് സൊസൈറ്റി രൂപീകരിക്കാൻ പറ്റും എന്ന് കുറെ സോഷ്യോളജിസ്റ്റ് അങ്ങനെ ഒരു വിശ്വാസം പ്രകടിപ്പിച്ച് ഇത് ഏറ്റവും ഉത്തമവും നല്ലതുമായിട്ടുള്ളൊരു മെത്തേഡാണെന്ന് അനുകൂലിച്ച് കുറെ പേര് പറഞ്ഞു. എന്നാൽ കുറെ പേര് ഇതിനെ എതിർത്തും പറഞ്ഞ് അതിൻ്റെ ആ വിശ്വസ്തതയിൽ സംശയം പ്രകടിപ്പിച്ച്. അങ്ങനെയുള്ള ഒരാളാണ് ഫ്രാൻസ് ബോസ്. Franz Boas was not convinced with the generalization made by comparative method and suggested that limited area to be studied with careful attention to facts. അപ്പോൾ ചെറിയ ലിമിറ്റഡ് ഏരിയാസ് ഒക്കെ കമ്പാരിറ്റീവ് മെത്തേഡ്സിൽ കൂടി കെയർഫുൾ അറ്റൻഷൻ കൊടുത്താൽ പഠിക്കാം. പക്ഷേ ഹി വാസ് ഇൻ ഫേവർ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അപ്പോൾ ഈ കമ്പാരിറ്റീവ് മെത്തേഡിനേക്കാളും കൂടുതൽ ബെസ്റ്റായിട്ട് ഫ്രാൻസ് ബോസിന്റെ അഭിപ്രായത്തിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് അത് ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്താൻ, സൊസൈറ്റീനെ കുറിച്ച് സ്റ്റഡി നടത്താൻ ഏറ്റവും നല്ല മെത്തേഡ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഫ്രാൻസ് ബോസ്. പിന്നെ അതുപോലെ അടുത്തത് റാഡ്ക്ലിഫ് റൗൺ ബിലീവ്ഡ് ദാറ്റ് നാച്ചുറൽ ലോസ് ഓഫ് സൊസൈറ്റി കുഡ് ബി ഡിസ്കവേർഡ് വിത്ത് ദ യൂസ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ് ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ് സൊസൈറ്റീസ് ആസ് ദേ ആക്ച്വലി എക്സിസ്റ്റഡ്. അപ്പോൾ അതിനെ അനുകൂലിച്ച് ഏറ്റവും സൂട്ടബിൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ, സോഷ്യൽ ഫിനോമിനയെ കുറിച്ച് പഠിക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു റാഡ്ക്ലിഫ് റൗൺ. അദ്ദേഹം പറഞ്ഞു, ദിസ് മെത്തേഡ് ബേസ്ഡ് on observation, description and comparison of societies as they actually existed. He was in favor of system analysis and was focused on discovering laws related to the structure functioning of societies rather than to their evolution. ഇനി അടുത്തയാളാണ് ഇവാൻസ് പിച്ചാർഡ് acknowledged the importance of observation, classification and comparisons in some form or the other, but questioned the achievement of comparative method. അപ്പോൾ ഇവാൻ പിച്ചാർഡ് പാർഷ്യലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് ഈ കമ്പാരിറ്റീവ് മെത്തേഡ് അത്ര സക്സസീവ് മെത്തേഡാണോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ അദ്ദേഹം പറയുന്നത് the importance of observation, classification and comparison in some form or the other but is possible, but questioning the achievement of comparative മെത്തേഡിന് ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൽ വിജയിക്കുമെന്നുള്ളൊരു സംശയവും കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു. ഹി വാസ് വെരി ക്രിട്ടിക്കൽ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് ഓഫ് ദ കമ്പാരിറ്റീവ് മെത്തേഡിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസിനെ കുറിച്ച് അദ്ദേഹം വിമർശിക്കേണ്ടായിരുന്നു. ഹി റെക്കഗ്നൈസ്ഡ് ദാറ്റ് കമ്പാരിറ്റീവ് മെത്തേഡ് യൂസ്ഡ് ബൈ Radcliffe Rowan and many others were little more than the method apt illustration.
Van Spitzer took social anthropology back to historical method, which viewed everything in a context, while he thought that the comparative method took things out of their context. ഇനി അടുത്തത് മർഡോക്സ് കമ്പാരിറ്റീവ് മെത്തേഡ് ആൻഡ് ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി വേറൊരു സോഷ്യോളജിസ്റ്റ് ആണ് മർഡോക്സ് ഫൗണ്ട് കമ്പാരിറ്റീവ് മെത്തേഡ് ആസ് യൂസ്ഫുൾ ഫോർ studying cultures and rejected the Bossian cultural relativism and historical particularism, which explored individual cultures in their respective historical context. അപ്പോൾ മർഡോക്ക് ആണെങ്കിൽ he found comparative method as useful for studying കൾച്ചേഴ്സ് പഠിക്കാനായിട്ട് അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ള അഭിപ്രായക്കാരനാണ് മർഡോക്ക്. അദ്ദേഹം ബോസിയൻ ചിന്താഗതിയെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഹി യൂസ്ഡ് ഡാറ്റ ഫ്രം മെനി കൾച്ചേഴ്സ് ആൻഡ് ഐഡന്റിഫൈഡ് വേരിയബിൾസ് കോഡഡ് ദ ഡാറ്റ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഈ മർഡോക്ക് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ബൈ using sampling and probability statistics in comparative research. കമ്പാരിറ്റീവ് റിസർച്ചിൽ മർഡോക്ക് സാമ്പിളിംഗ് ആൻഡ് പ്രോബബിലിറ്റി എന്നുള്ള ആ ഭാഗം സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വളരെയധികം യൂസ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പാരിറ്റീവ് മെത്തേഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അപ്പോൾ ഇവിടെ നിന്ന് കമ്പാരിറ്റീവ് മെത്തേഡും പരീക്ഷയ്ക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തത് എത്തനോ മെത്തഡോളജിയാണ്. എത്തനോ മെത്തഡോളജി ഇത് അടുത്ത യൂണിറ്റ് ആണ്, 7th യൂണിറ്റ്. അപ്പോൾ എത്തനോ മെത്തഡോളജി is an approach that takes seriously the implication of the routine observation of social activities. ദൈനംദിന ജീവിതത്തിലെ സോഷ്യൽ ആക്ടിവിറ്റീസിനെ നിരീക്ഷിക്കുന്ന ഒരു രീതിയാണ് എത്തനോ മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ എത്തനോ മെത്തഡോളജി is an approach that takes seriously the implication of the routine observation of social activities. അപ്പോൾ ഈ എത്തനോ മെത്തഡോളജി എന്നുള്ള വേർഡ് നോക്കിയാൽ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൺ വേ ഓഫ് റീഡിങ് എത്തനോ methodology is to see it as a study of the people's action, practices and behavior that form social structures. അപ്പോൾ വൺ വേ ഓഫ് റീഡിങ് എത്തനോ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുക, സ്റ്റഡി ഓഫ് പീപ്പിൾസ് ആക്ഷൻ, പീപ്പിൾസിൻ്റെ ആക്ഷനാണ്. പ്രാക്ടീസസ് ആൻഡ് ബിഹേവിയേഴ്സ്, അവരുടെ പ്രാക്ടീസസ് ബിഹേവിയേഴ്സ് ഒക്കെ സോഷ്യൽ സ്ട്രക്ചറിലുള്ള പീപ്പിൾസിൻ്റെ ആക്ഷൻസ്, പ്രാക്ടീസസ്, ബിഹേവിയർ ഒക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എത്തനോ മെത്തഡോളജി എന്ന് പറയുന്നത്. എത്തനോസ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ പീപ്പിൾ എന്നുള്ള അർത്ഥമാണ് എത്തനോ എന്നുള്ളത്. അപ്പോൾ എത്തനോസ് റെഫേഴ്സ് ടു മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ കൾച്ചറൽ എത്തനിക് ഗ്രൂപ്പ്. അപ്പോൾ എത്തനിക് സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ റെഫർ ചെയ്യണതാണ് എത്തനോസ് എന്ന് പറഞ്ഞാൽ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തഡോളജി, മെത്തേഡ്സ്. അപ്പോൾ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ലോജിക്കലി. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യരെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച്, പീപ്പിൾസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മെത്തേഡാണ്. അവരുടെ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന മെത്തേഡാണ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ. എത്തനോ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്തനോ മെത്തഡോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് മെമ്പേഴ്സ് മെത്തേഡ്സ് ഫോർ പ്രൊഡ്യൂസിങ് റെക്കഗ്നൈസബിൾ സോഷ്യൽ ഓർഡേഴ്സ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫാക്ട് ദാറ്റ് sociologists are first and foremost members of society like anyone else, equipped with the same kind of social competencies that any member of society can be presumed to possess. Ethnomethodology turns its attention to such competencies, capabilities as topics of inquiry in their own cases. According to social scientists, here are 3 distinctive characteristics of ethnomethodology. അപ്പോൾ എത്തനോമെത്തഡോളജിക്ക് 3 distinctive characteristics ഉണ്ടെന്നാണ് സോഷ്യൽ സയൻറ്റിസ്റ്റ് പറയുന്നത്. ഫസ്റ്റ്, ഇറ്റ് എയിംസ് ടു നോ ഹൗ പീപ്പിൾ കൺസ്ട്രക്ട് മീനിങ്. ആദ്യം അത് മീനിങ് ഓർ ഡെഫിനിഷൻ ഓഫ് ദ സിറ്റുവേഷൻ, ഒരു പരിസ്ഥിതിയുടെ, ഒരു സിറ്റുവേഷൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് ആളുകൾ ഉണ്ടാക്കുന്നത്, എന്താണ് അവർ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇറ്റ് എയിംസ് ടു know how people construct people or definition of the situation. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ക്രിയകളെ കുറിച്ചുള്ള പഠിത്തമാണ്, ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ്
എത്തനോ മെത്തഡോളജി എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എയിം ടു നോ ഹൗ പീപ്പിൾ കൺസ്ട്രക്ട് മീനിങ് ഓർ ഡെഫിനിഷൻ ഓഫ് ദ സിറ്റുവേഷൻ. ആ നടക്കുന്ന സിറ്റുവേഷന്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ആസ് എ വേർഷൻ ഓഫ് സിംബോളിക് ഇന്ററാക്ഷനെ കൂടി. സെക്കൻഡ്, ബിക്കോസ് ഡെഫിനിഷൻസ് ഓഫ് ദ സിറ്റുവേഷൻ emerge from how persons announce and impart sense making perceptions and perspectives to one another. Ethnomethodology is said to be individualistic. Ethnomethodology individualistic ആണെന്നാണ് പറയുന്നത്. ഇതിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ടേമാണ് ഫിനോമിനോളജി. ഫിനോമിനോളജി എന്ന് പറഞ്ഞാലും ഡേ ടു ഡേ കാര്യങ്ങളെ കുറിച്ച് തന്നെ പഠിക്കുകയാണ്. പക്ഷെ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ചിന്തക്ക്, തിങ്കിങ്ങിന്, തോട്ടിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ എത്തനോ മെത്തഡോളജി ഡേ ടു ഡേ ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ തന്നെ പഠിക്കുന്ന രീതിയാണ് എത്തനോ മെത്തഡോളജി എന്ന് പറഞ്ഞ്. പക്ഷെ അവിടെ ആക്ടിവിറ്റീസിനാണ്, തിങ്കിങ്ങിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആക്ടിവിറ്റീസിനാണ്. അപ്പൊ അതാണ് ഫിനോമിനോളജിയും എത്തനോമെത്തഡോളജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. എത്തനോമെത്തഡോളജി ഈസ് തിയററ്റിക്കൽ പ്രൊപ്പോസൽസ് ദാറ്റ് ദർ ഈസ് എ സെൽഫ് ജനറേറ്റിംഗ് order in concrete activities, an order whose specific appreciation depends upon neither prior description nor empirical generalization nor formal specification of variable elements and their analytic relations. From an ethnomethodological standpoint, ordinary experiences, sadharana experiences, not necessarily chaotic, for the concrete activities of which it is composed are coupled with an intelligible organization that acts, already provided and that is therefore available for scientific analysis. അപ്പൊ ഈ എത്തനോ മെത്തഡോളജിയിലെ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയണമെങ്കിൽ അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് സ്റ്റഡിയാണ്. ഇൻഡിവിജ്വൽസ്, അവിടെ ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് പ്രവർത്തിക്കുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള അവരുടെ വിശ്വാസം, അവരുടെ രീതികൾ, അവരുടെ റൂട്ടീൻ, അവരുടെ നോംസ്, അതൊക്കെ എന്താണ്, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് സ്റ്റഡിയാണ്. പക്ഷേ മൈക്രോ മാക്രോ അങ്ങനെ രണ്ട് സ്റ്റഡീസ് ആണ്. മൈക്രോ സോഷ്യോളജി ഉണ്ട്, മാക്രോ സോഷ്യോളജി ഉണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇൻഡിവിജ്വലിനെ ഈ സ്റ്റഡി ഓഫ് എത്തനോ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ അത് ഇത് രണ്ടിലും പെടുന്നില്ല. മാക്രോയിനെ കൂടിയും കൂടുന്നില്ല, മൈക്രോയിനെ കൂടിയും കൂടുന്നില്ല. എന്നാലും അതിൽ ഇൻഡിവിജ്വലിനെ കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നത്, സൊസൈറ്റിയിലുള്ള എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ചായ്വ് മൈക്രോ സോഷ്യോളജിനോടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. What is ethnomethodology? Ethnomethodology is considered to be a study of common and everyday methods of practical action and practical reasoning. അപ്പോൾ എത്തനോമെത്തഡോളജി പരിഗണിക്കുന്നത് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? കോമൺ ആൻഡ് എവറിഡേ മെത്തേഡ്, സാധാരണയുള്ളത്, എല്ലാ ദിവസവും ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നത്, നമ്മുടെ ചുറ്റുപാടിൽ എപ്പോഴും നടക്കുന്ന പ്രാക്ടിക്കൽ ആക്ഷൻ ആൻഡ് പ്രാക്ടിക്കൽ റീസണിങ്, അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എത്തനോമെത്തഡോളജി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഹറോൾഡ് ഗാർഫിങ്കൽ ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ ടേം കൊണ്ടുവന്നത്. His studies in ethnomethodology published in 1967. The key assumption of this text was that the production of observable social routine practices involved the local or situated use of members' methods for doing such activities. സാധാരണ ലോക്കൽ ആക്ഷൻസ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് അതിനെ നിരീക്ഷിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ മെത്തേഡിലുള്ളത്. വിത്ത് റെസ്പെക്ട് ടു ദീസ് മെത്തേഡ്സ് ദ മാസ്റ്ററി ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് ഇസ് പാരമൗണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ നാച്ചുറൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ. ദ ethnomethodology conceives of language and social interaction as part of the process of social facts formation. Garfinkel approach draws inspiration primarily from Emil Durkheim and Max Weber. മാക്സ് വെബറിൽ നിന്ന് എമിൽ ഡർക്കീം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് കടക്കാനായിട്ടുള്ള ഇൻസ്പിറേഷൻ, പ്രേരണ കിട്ടിയത്. The origin of this approach lie in Garfinkel's engagement with the thought of Dalkut persons related to social actions. Dalkut personsന്റെ സോഷ്യൽ
ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ദിസ് എൻഗേജ്മെന്റ് ലെറ്റ് Garfinkel to turn to the writings of Alfred Schutz and seeks to apply the lessons of Schutz's phenomenological studies to the problem of social order as discussed in the work of Persons. അപ്പോൾ പേഴ്സൺസിന്റെ വർക്കിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഫിനോമിനലിറ്റിക്കൽ ഐഡിയാസ് നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു ആശയം ഷൂട്ട്സിന്റെ ഫിനോമിനോളജിയിൽ പഠിക്കുന്നത് പ്രോബ്ലം തന്നെയാണ്, ഡേ ടു ഡേ പ്രോബ്ലംസ് തന്നെയാണ്. പക്ഷെ അത് കുറേം കൂടി ചിന്തയ്ക്ക് കൂടുതൽ സ്ഥാനം കൊടുത്തിട്ട്, അപ്പൊ മനുഷ്യൻ എങ്ങനെ ഓരോ സർക്കംസ്റ്റൻസിലും ഓരോ പരിതസ്ഥിതിയിലും ജീവിക്കണം, അവരുടെ ആ ചിന്ത അനുസരിച്ച് എങ്ങനെ തോട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ആക്ഷൻസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതാണ് ഫിനോമിനോളജിയിൽ പറയണമെങ്കിൽ ഇവിടെ തിങ്കിങ്ങിന് അത്ര അത് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആക്ടിവിറ്റീസിനാണ്. ഓരോ പേഴ്സൺസിൻ്റെയും ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ethnomethodology. Garfinkel took this experimental focus and refined it to pose the question of how members of society produce from within the observable feature of social life. അപ്പോൾ സോഷ്യൽ ലൈഫിലേക്ക് എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി സോഷ്യൽ ലൈഫിലേക്ക് സൊസൈറ്റിയിലുള്ള ആളുകൾ നീങ്ങുന്നത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ഇതിൽ കൂടി വ്യക്തമാക്കുന്നത്. എത്തനോമെത്തഡോളജി ഈസ് എ സിന്തസിസ് ഓഫ് ലോജിക്കോ എംഫറിസിസം ആൻഡ് ഹെർമനോട്ടിക് ഡയലക്റ്റിക് ട്രഡീഷൻ. ഈ രണ്ട് കാര്യങ്ങളുടെയും കൂടി ഒരു സിന്തസിസ് ആയിട്ടാണ് എത്തനോമെത്തഡോളജിനെ കാണുന്നത്. ലോജിക്കോ എംഫറിസിസം ആൻഡ് ഹെർമനോട്ടിക്സ് ഡയലക്റ്റിക്സ്. അത് ടു ട്രഡീഷൻ ദാറ്റ് ആർ കോമൺലി കൺസിഡേർഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പൊ ഈ രണ്ട് ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ അത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ചിന്താഗതിയുള്ള രണ്ട് ട്രഡീഷൻസ് ആണ്. ഫ്രം ദ ഫസ്റ്റ് ഇറ്റ് ബോറോ, അപ്പോൾ ഈ എത്തനോമെത്തഡോളജി അതിൽ ഫസ്റ്റ് ഇറ്റ് ബോറോ ദ നോഷൻ ഓഫ് റൂട്ടീൻ ബേസ്ഡ് റാഷണൽ ആക്ഷൻസ്. റൂട്ടീൻ ബേസ്ഡ് റാഷണൽ ആക്ഷൻസ് ആ ഫസ്റ്റ് ലോജിക്കിലുള്ള ആ കാര്യം എടുത്ത്, പിന്നെ സെക്കൻഡ് ലോജിക്കിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എത്തനോമോളജി derives from the second tradition a commitment to study concrete scenes rigorously with the recognition that the researcher is a reflexive participant and not mere observer of those scenes. അപ്പൊ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ആ തിയറി ഹെർമറ്റോട്ടിക്സ് ഡയലക്റ്റിക്സ് ട്രഡീഷനിൽ ഉള്ള ആ ഭാഗവും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ എത്തനോമെത്തഡോളജിയിൽ സ്റ്റഡി നടത്തുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെത്തേഡ്സ് ബൈ വിച്ച് മെമ്പേഴ്സ് മേക്ക് സെൻസ് ഔട്ട് ഓഫ് ദെയർ വേൾഡ്. ഹെൻസ് ഇറ്റ് വർക്ക്സ് വിത്ത് എ വ്യൂ ഓഫ് സോഷ്യൽ ആക്ഷൻ വെയർ ദ എംഫസിസ് ഓൺ ദ ഓർഗനൈസേഷൻ ഓഫ് പെർസെപ്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ആക്ഷൻ ബിക്കമിങ് മീനിങ് ഫുൾ. For ethnomethodology, objective reality of social facts in that and just how it is every society's locally endogenously produced, naturally organized, reflexive, accountable, ongoing, practical, achievement, being everywhere, always, only, exactly and entirely members' work with no time out and with no possibility of evasion, hiding out, passing, postponement or buyouts is therefore sociology's fundamental phenomena. അപ്പൊ ഈ സോഷ്യൽ ഫാക്ട്സ് അത് ഈ എത്തനോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ഫാക്ട്സ് ഡർക്കിം പറഞ്ഞത് സോഷ്യൽ ഫാക്ട്സ് ഇൻഡിവിജ്വലിന് പുറത്തായിട്ടുള്ളതാണ്. സോഷ്യൽ ഫാക്ട്സ് സൊസൈറ്റിയിലുണ്ട്, അതുകൊണ്ട് അത് ഇൻഡിവിജ്വൽ സ്വീകരിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് ഇൻഡിവിജ്വൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ എത്തനോമെത്തഡോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ഫാക്ട്സ് എന്നുള്ളത് ഇൻഡിവിജ്വൽ നിർമ്മിതമാണെന്നാണ്. ഇൻഡിവിജ്വൽ നിർമ്മിച്ച് അത് സൊസൈറ്റിക്ക് കൊടുത്തിട്ട് സൊസൈറ്റി അത് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എത്തനോമെത്തഡോളജി സോഷ്യൽ ഫാക്ട്സിനെ കാണുന്നത്. However, Garfinkel does not simply talk only about image of members making sense out of continuing situation and independently telling that sense. He sets up an important equivalence between the making sense of situation and the telling of that sense. ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിന് ഓരോ വേർഡിന് പല മീനിങ് ഉണ്ടായിരിക്കും. എന്നാൽ ആ സന്ദർഭത്തിൽ ആ കോണ്ടെക്സ്റ്റിന് അനുസരിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം.
എത്തനോമെത്തഡോളജി ട്രാൻസെൻസ് ദ മൈക്രോ മാക്രോ ഡിബേറ്റ് ബൈ ട്രാൻസെൻഡിങ് ഇറ്റ്സ് ടേംസ്. അപ്പം നേരത്തെ പറഞ്ഞു എത്തനോമെത്തഡോളജി മൈക്രോയോ മാക്രോ അതിനകത്തേക്കൊന്നും പോകുന്നില്ല, എന്നാലും അതിൻ്റെ ഒരു ചായ്വ് എന്ന് പറയണ മൈക്രോ ലെവലിലേക്കാണ്. Ethnomethodology devote a lot of attention to analyze people's accounts as well as to the ways in which accounts are offered, accepted and rejected by others. ഈ എത്തനോമെത്തഡോളജിയിൽ യൂസ് ചെയ്യണ അതിൻ്റെ സെൻറ്ററായിട്ടുള്ള 2-3 ഐഡിയാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഐഡിയ ആണ് ഇൻഡെക്സിക്കാലിറ്റി. ഇൻഡെക്സിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റ് ആണ്, ആ സന്ദർഭം അനുസരിച്ചാണ് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വി നൗ മൂവ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡെക്സിക്കാലിറ്റി ഇൻ എത്തനോമെത്തഡോളജിക്കൽ റിസർച്ച്. ഇൻഡെക്സിക്കാലിറ്റി ഈസ് എ കൺസെപ്റ്റ് വിച്ച് ഡിസ്ക്രൈബ്സ് എ പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ് ആൻഡ് ഓർഡിനറി ടോക്ക്. ഓർഡിനറി ടോക്കിലെ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കാര്യം മനസ്സിലാക്കുന്ന ആ രീതിനെയാണ് ഇൻഡെക്സിക്കാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ദ ഫാക്ട് ദാറ്റ് എ വേർഡ് മേ ഹാവ് എ മീനിങ് വിച്ച് ഹോൾഡ്സ് ട്രൂ ഫോർ ഓൾ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ വേർഡ് ഇഷ്യൂസ്. അപ്പം ഒരു വേർഡിന് എപ്പോഴും ഒരു ഡിക്ഷണറി മീനിങ് ഉണ്ടാവും, അതെല്ലായിടത്തും ട്രൂ ആയിരിക്കും. ബട്ട് എ വേർഡ് ഓൾസോ ഹാസ് മീനിങ് വിച്ച് റിലേറ്റ് ടു ദ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ഇനി ആ വേർഡ് ഏത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണത്, അപ്പോൾ ആ സന്ദർഭം മനസ്സിലാക്കിയാലാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഇൻഡെക്സിക്കാലിറ്റി ദെൻ മീൻസ് ദാറ്റ് ദെയർ ഈസ് എ പർട്ടിക്കുലർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർട്ടിക്കുലർ ഒക്കേഷൻ ഓൺ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ സെൻറ്റൻസ് വാസ് സെറ്റ്. ഇപ്പോൾ ഒരു ഇൻഫോർമൽ കണ്ടീഷനിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതും അതുപോലെ ഇൻ്റർവ്യൂവിന് ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് രണ്ട് സ്ഥലത്തും 2 മീനിങ് ആണ് ഉള്ളത്. അപ്പോൾ ആ സന്ദർഭം അനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഇൻഡെക്സിക്കബിലിറ്റി. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സ് ഇപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ ഒരു റെക്കോർഡ് സൂക്ഷിക്കുക, അതിനെയാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തത് ഡോക്യുമെൻ്ററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട്, പഴയ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് പുതിയ അനുമാനങ്ങൾ എത്തിച്ചേരുന്നത്. അതുപോലെ അന്ന് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇതും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നതിനാണ് ഡോക്യുമെൻ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് ട്രീറ്റിംഗ് ആൻ ആക്ച്വൽ appearance as the document as pointing to a standing on behalf of presupposed underlying patterns. പാസ്റ്റിലുള്ള ഒരു കാര്യത്തിന് ചെയ്ത കാര്യത്തിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും ഇപ്പോഴും അന്ന് അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇന്നും അതിങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണ. അത് ഇനി ബ്രീച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എന്തെങ്കിലും പ്രത്യേക ഒരു സന്ദർഭങ്ങളിൽ ആരെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റിയാക്ഷനെ കുറിച്ച് പഠിക്കുന്നതാണ് ബ്രീച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ എത്തനോമെത്തഡോളജിയിലുള്ളത്. ദ ഇൻഫ്ലുവൻസ് ഓഫ് എത്തനോമെത്തഡോളജി ഹാസ് ബീൻ ഫെൽറ്റ് വൈഡ്ലി ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് ബിയൻഡ്. One can also assert that ethnomethodology is not a homogeneous research field. അതൊരു homogeneous research field അല്ല ethnomethodology എന്ന് പറഞ്ഞാൽ. It should be viewed as a subset of qualitative inquiry. Qualitative inquiryയുടെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എക്സാമിനേഷൻ ഓഫ് ഓർഡിനറി ആക്ഷൻ സ്റ്റാൻഡ്സ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ പ്രിവെയിലിംഗ് കൺസെപ്ഷൻ ഇൻ ദ സോഷ്യൽ സയൻസ്. എത്തനോമെത്തഡോളജി ഇൻ കോൺട്രാസ്റ്റ് ഹാസ് യുണീക്ലി സോ ടു റീഗ്രൗണ്ട് ഓർഡിനറി ആക്ഷൻ ആസ് എ ടോപ്പിക് ഓഫ് ഇൻക്വയറി ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്. അപ്പോൾ ഇത്രയാണ് എത്തനോമെത്തഡോളജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിന് ആ 3-4 പോയിന്റ്സ്, അതിൻ്റെ സെൻറ്റർ പോയിന്റ്സ് അയച്ച് കൊടുത്തിരിക്കുന്നതൊക്കെ ഷോർട്ട് നോട്ടിന് വരാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.